ശൈലജ ടീച്ചർക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാമർശത്തിൽ ആർഎംപി നേതാവ് കെ.എസ്. ഹരിഹരനെതിരെ കേസെടുത്തു. വടകര പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. റമീസ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിനും. ഗുഡ് മോർണിംഗ് റമീസ്. ഗുഡ് മോർണിംഗ് അവ്യ. സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ നമ്മൾ അത് കാണുന്നുണ്ടായിരുന്നു. ഇന്നും ഒട്ടും കുറവില്ലാത്ത നിലയ്ക്ക് പ്രതിഷേധം സ്വരങ്ങൾ അലയടിക്കുന്നുണ്ട്. ഈ പരാമർശത്തിൽ നിയമപരമായ നടപടിക്രമങ്ങളുമായി ഇപ്പോൾ വടകര പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്ത്? കാവ്യ, ഇന്നലെയാണ് വടകര പോലീസ് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പത്മജയുടെ പരാതിയിൽ കെ.എസ്. ഹരിഹരനെതിരെ കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നീ കേസുകളാണ് ഹരിഹരന് മേൽ ഇപ്പോൾ ചേർത്തപ്പെട്ടിട്ടുള്ളത്. IPC സെക്ഷൻ 153, 509 എന്നീ വകുപ്പുകളാണ് കെ.എസ്. ഹരിഹരനെതിരെ നിലവിൽ വടകര പോലീസ് സ്റ്റേഷനിൽ FIR ചെയ്തിരിക്കുന്നത്. ഈ ഹരിഹരനെതിരെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DGPക്കും DYFI ബ്ലോക്ക് തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂറൽ SP-ക്കും ഇതിനു പുറമെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസുകൾ കൂടി ഉടൻ ഹരിഹരനെതിരെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിഷയത്തിൽ ഉമർ ഫൈസി മുക്കത്തെ അടക്കം അപമാനിച്ചതിനെതിരെ ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററും ഹരിഹരനെതിരെ ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഉമർ ഫൈസി മുക്കത്തെ നിസ്കരിച്ചതിൻ്റെ പേരിൽ ഹരിഹരൻ കളിയാക്കുമ്പോൾ PMA സലാം അടക്കം വേദിയിലുണ്ടായിരുന്നുവെന്നും UDF നേതാക്കൾ കൃത്യമായ നിലപാട് ഇതിൽ വ്യക്തമാക്കണമെന്നും മോഹനൻ മാസ്റ്റർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ശരി, റമീസാണ് വിവരങ്ങൾ നൽകിയത്. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും എത്ര വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ കെ.എസ്. ഹരിഹരനെതിരെ ഉയർന്നു കേൾക്കുന്നത് എന്നത് നമുക്കറിയാം. നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. ഇന്നലെ ആണ് കേസ് എടുത്തിട്ടുള്ളത് വടകര പോലീസ്. തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതും കാത്തിരുന്നു കാണാം.